ലിക്വിഡിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ ലൈവ് സെക്ഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് തന്നെ ഷോ ചെയ്തുകൊണ്ട് എത്രത്തോളം നമ്മുടെ എൻട്രീസ് കൺഫേം ആണ്, എത്രത്തോളം നമ്മുടെ എൻട്രീസ് വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഒരു ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ക്ലാസ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹൈ സ്റ്റേജിലാണ്. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു അപ്സൈഡിൽ നിന്നാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു, പിന്നീട് ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് കാഴ്ചവെച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ മേലെ ഈ ഓപ്പൺ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് ചെറിയൊരു സൈഡ് വേ മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. നമ്മുടെ ഈ ഒരു സൈഡ് വേനെയും കട്ട് ചെയ്തുകൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതായത് നമ്മുടെ നോർമൽ ട്രേഡേഴ്സ്, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിപ്പിച്ചുകൊണ്ട് ആ ഒരു ക്യാഷാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പുട്ടടിക്കുന്നത്. അത്രയും നമുക്ക് കൺഫേം ആയിട്ട് പറയാം. അവരുടെ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു എൻട്രിക്കുള്ള നമ്മുടെ ഒരു അനലൈസിങ് വ്യൂ ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അതിനനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നത് മുതൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുന്നുണ്ട്. അതായത് റീസെൻ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റിയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതുപോലെ ഇപ്പോൾ ലൈവായിട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മുടെ വ്യൂ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഇപ്പോഴൊന്നും നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. ഈ ഒരു മാനിപ്പുലേഷൻ നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ഇപ്പോൾ ലൈവിൽ ക്ലോസ് ആയിട്ടുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് തന്നെ തിരിച്ചു കയറുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമുക്ക് ഒരുപാട് ആയിട്ട് ഇപ്പോൾ ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടും നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ മനസ്സിലാക്കാൻ പറ്റുന്നത് മുകളിലോട്ട് തന്നെ മാർക്കറ്റ് പോയി അവിടെയുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി നമ്മുടെ ടാർഗറ്റാക്കി വെച്ചാൽ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് കാണിക്കുന്നത്, എന്താണ് മാർക്കറ്റ് കാണിച്ച് തരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റീനെ താഴെയായിട്ട് ഇറങ്ങി നമ്മുടെ റീസെൻ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റിയിൽ അവിടെയുള്ള മൊത്തം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അവസാനം ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ബ്ലാക്ക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്തു. അതായത് നമ്മുടെ ഒരു വാക്കം ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി അതിനുശേഷം ഒരു ഹൈ അപ്പ് മൂവ്മെൻറ്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിലിനെ നമുക്ക് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി മാർക്കറ്റ് നമ്മുടെ വ്യൂവിലോട്ട് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈ മൂവ്മെൻറ്റാണ് മാർക്കറ്റ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കൺഫേം ആയിട്ട് നമുക്ക് ഇവിടെ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു വാക്കം ബ്ലോക്കിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷൻ മാർക്കറ്റ് കാഴ്ചവെച്ചു. ആ ഒരു ആക്ഷൻ്റെ മുമ്പ് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഹൈ മൊമെൻറ്റ് കാണിച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് ശേഷം മാർക്കറ്റ് ഐ സൈഡിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എടുത്തുകൊണ്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതി. ഒരു ന്യൂ കമ്മറായിട്ട് വരുന്ന ഏതൊരാളും ലിക്വിഡിറ്റി നോക്കി ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാവൂ. നമ്മൾ ഒരുപാട് നാളായി നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊണ്ടും നമ്മുടേതായിട്ടുള്ള വ്യൂ ഒരു 99% നമ്മളത് വിജയിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും അതുപോലെ കവർ ചെയ്തതിന് ശേഷം ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ തട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതി. അതർവൈസ് ദർ ഈസ് എ ചാൻസ് ടു ലോസ്, ബട്ട് വി നോ ഹൗ മാർക്കറ്റ് വിൽ ഗോ. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഹൈ മൊമെൻറ്റ് കാഴ്ച വെച്ചിട്ടുള്ളൊരു മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലോട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഓർഡർ ബ്ലോക്ക് എത്താനും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നോ ഫിയർ, നമ്മുടെ വ്യൂ കറക്റ്റായിട്ട് തന്നെ വരും, അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മാർക്കറ്റ് ലൈവായിട്ട് തന്നെ നമ്മൾ നോക്കുകയാണ് എന്ത് സംഭവിക്കും മാർക്കറ്റിലെന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഫിയർലെസ് ആയിക്കൊണ്ട് നമ്മുടെ ഒരു വ്യൂവും നമ്മുടെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് നമ്മൾ ഹോൾഡിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നമ്മുടെ ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരാൻ, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത് ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം എൻട്രി പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഓർഡർ ബ്ലോക്കിലോട്ടുള്ള വരവാണ് ഈ മാർക്കറ്റ് വരുന്നത്. എങ്ങനെ നോക്കിയാലും നമുക്ക് അതാണ് നമ്മുടെ ഒരു വ്യൂ. ഉറപ്പായിട്ടും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെയും സ്വീപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു എൻട്രി പോയിന്റിലോട്ട് മാർക്കറ്റ് എത്തി. അവിടെ നിന്നും താഴോട്ട് വന്നു. നമ്മുടെ മാനിപ്പുലേഷൻ, നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന മാനിപ്പുലേഷൻ സ്റ്റേജിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു. ഇതാ അതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇതാ നമ്മുടെ വ്യൂവിലോട്ട് തന്നെ തിരിച്ചു കയറാനുള്ള പുറപ്പാടിലെത്തി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും ഓർഡർ ബ്ലോക്കിൽ ആണ് എൻട്രി ചെയ്യേണ്ടത്. ഇതാ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഹൈ മൊമെൻ്റാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതാ മാർക്കറ്റ് ഇപ്പോൾ ചെറിയ ഒരു സൈഡ് വേ മൊമെൻ്റാണ് കാഴ്ചവെക്കുന്നത്. ബട്ട് നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഈ ഒരു വ്യൂ അത്രയും കൺഫേം ആണെന്ന്. അപ്പോൾ ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, മാർക്കറ്റ് നമ്മുടെ ഒരു വ്യൂക്ക് അനുസരിച്ച് പോകുമോ അതോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണോ സംഭവിക്കുക എന്ന് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എന്ത് മൂവ്മെൻറ്റാണ് കാഴ്ചവെക്കുന്നത്, നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക എല്ലാവരും. മാർക്കറ്റ് ഈസ് മൂവിങ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ മാർക്കറ്റ് ഇതാ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മാർക്കറ്റിലോട്ട് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു ക്ലോസ് ചെയ്തിട്ടുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് അതിനെ സ്വീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഇറങ്ങാനാണ്. നമ്മുടെ പ്രോഫിറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു വ്യൂ 99% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ടൈപ്പ് വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു ലൈവായിട്ട് നമ്മൾ എങ്ങോട്ട് മാർക്കറ്റ് പോവും, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്ന ക്ലാസ്സുകൾക്കൊക്കെ ശേഷം നമ്മൾ ഒരു റെക്കോർഡഡ് സെഷനായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി കിട്ടും. പിന്നെ ഇതിലൊന്നും വലിയ സ്ട്രാറ്റജിയിലൊന്നും വലിയ കയമ്പില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് എങ്ങനെ കളിക്കുന്നു ആ ഒരു പ്ലേ ആണ് മാർക്കറ്റിനെ അപ്പ് ട്രെൻഡിലോട്ടാണെങ്കിലും ഡൗൺ ട്രെൻഡിലോട്ടാണെങ്കിലും സൈഡ് വേയിലോട്ടാണെങ്കിലും ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ട ഒരു ഗെയിമാണിത്. ഗെയിമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് നമ്മൾ വളരെ യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഓരോ മൂമെൻറ്റ്സും ചെയ്യേണ്ട ഒരു പ്ലേ തന്നെയാണ് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം അവർക്ക് പുട്ടടിക്കാൻ കൊടുക്കാതെ അവർക്കനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ലിക്വിഡിറ്റി സ്പെഷ്യലിസ്റ്റ്.